നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ വിധി പെട്ടിയിലായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നെഞ്ചെടുപ്പിന്റെ നാളുകളാണ്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പൂർത്തിയായതോടെ പ്രതീക്ഷകളുടെ കണക്കുകൂട്ടലുകളിലാണ് മുന്നണികൾ. പോളിംഗ് ശതമാനം ഉയർന്നത് മുന്നണികൾക്കിടയിൽ ഒരുപോലെ ആത്മവിശ്വാസവും നെഞ്ചെടുപ്പും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇനി മെയ് 4 ജനവിധിക്കായുള്ള കാത്തിരിപ്പാണ്. ചരിത്രപരമായ ഹാട്രിക് ഭരണം ലക്ഷ്യമിട്ട് നടത്തിയ പ്രചാരണങ്ങൾ വിജയം കണ്ടുവെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇടതു ക്യാമ്പ്. സർക്കാരിന്റെ വികസന പദ്ധതികളും ക്ഷേമ പ്രവർത്തനങ്ങളും വോട്ടായി മാറുമെന്നാണ് LDF കണക്കുകൂട്ടൽ. മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയത് ജനങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതായും ഇടതുമുന്നണി കരുതുന്നു. വികസന വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതായും സർക്കാരിനെതിരെ ജനവികാരം ആഞ്ഞടിക്കാൻ കാരണങ്ങളൊന്നുമില്ലെന്നും ഇടതുപക്ഷം വിലയിരുത്തുന്നു. ഇതിനിടയിൽ പ്രത്യേകിച്ച് പ്രവർത്തനം നടത്തിയിട്ട് വിധി അനുകൂലാക്കാനോ പ്രതികൂലാക്കാനുള്ള സിദ്ധികളൊന്നും ആരുടെ കയ്യിലില്ല. അവരവരുടെ വിധി എഴുതി നമ്മൾ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ, മണ്ഡലത്തിൽ MLA-മാർ ചെയ്ത കാര്യങ്ങൾ, പൊതു രാഷ്ട്രീയ കാര്യങ്ങൾ അതെല്ലാം ജനങ്ങളിലേക്ക് നന്നായി എത്തിച്ചിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ്. നെഗറ്റീവായ ഘടകങ്ങളൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്നില്ല. തിരിച്ചുവരവിന് കഴിയുന്ന തരത്തിൽ കരുത്തുറ്റ പോരാട്ടം നടത്തിയെന്ന ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറും. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ജനകീയ വാഗ്ദാനങ്ങളും UDF-ന്റെ കെട്ടുറപ്പ് മുന്നണിക്ക് ഗുണകരമാകുമെന്നും UDF വിലയിരുത്തുന്നു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം UDF-ന് അനുകൂലമായി മാറിയെന്നാണ് UDF ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. 90-ന് മുകളിൽ സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയാണ് UDF നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ഈ 5 ജില്ലയിൽ മുഴുവൻ സീറ്റും പിടിക്കണം എന്നുള്ളൊരു ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പോളിംഗ് ശതമാനവും അവിടുത്തെ ഒരു വർക്കും എല്ലാം കൂടി അസസ് ചെയ്ത് ഈ 43 സീറ്റ് കിട്ടിയാലും എനിക്ക് അത്ഭുതം ഉണ്ടാവില്ല. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന ഉറച്ച വിശ്വാസത്തിലാണ് NDA. 3 മുതൽ 5 വരെ സീറ്റുകൾ നേടുമെന്നാണ് പ്രതീക്ഷ. നേമം, കഴക്കൂട്ടം, പാലക്കാട്, ചാത്തന്നൂർ, മഞ്ചേശ്വരം അടക്കമുള്ള സീറ്റുകളിൽ വിജയം ഉറപ്പാണെന്നാണ് NDA അവകാശവാദം. ജനങ്ങൾ ആഗ്രഹിക്കുന്നൊരു മാറ്റം ഈ ഇലക്ഷൻ വഴി വരും എന്ന് എനിക്ക് ഒരു നല്ല ആത്മവിശ്വാസമുണ്ട്. അത് ജനങ്ങളുടെ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടും അവരുടെ റെസ്പോൺസ് ഇന്നലെ കണ്ടിട്ടും ഒരു നല്ല ആത്മവിശ്വാസമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയും വയനാട് ഫണ്ട് വിവാദവും വോട്ടെടുപ്പിന്റെ അവസാന നിമിഷങ്ങളിൽ ചർച്ചയായതടക്കം ഏത് മുന്നണിക്ക് ഗുണകരമാകുമെന്നതും നിർണായകമാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.